സത്യം ശുദ്ധം വിബുദ്ധം ജയതി തവ വപു നിത്യമുക്തം നിരീഹം നിർദ്വന്ദ്വം നിർവികാരം നിഖില ഗുണഗണവ്യഞ്ജനാധാരഭൂതം നിർമൂലം നിർമ്മലം തന്നിരവധി മഹിമോല്ലാസി നിർലീനമന്തർനിസ്സംഗാനാം മുനീനാം നിരൂപമ പരമാനന്ദ സാന്ദ്രപ്രകാശം സത്യം ശുദ്ധം വിബുദ്ധം ജയതി തവ വപുർനിത്യമുക്തം നിരീഹം നിർദ്വന്ദ്വം നിർവികാരം നിഖില ഗുണഗണവ്യഞ്ജനാധാരഭൂതം നിർമൂലം നിർമ്മലം തന്നിരവധി മഹിമോല്ലാസി നിർലീനമന്തർനിസ്സംഗാനാം മുനീനാം നിരൂപമ പരമാനന്ദ സാന്ദ്രപ്രകാശം. ഗുരുവായൂരപ്പ, ഗുരുവായൂരപ്പ, അങ്ങയുടെ അദ്വൈതമായ അത്യുത്കൃഷ്ടമായ വാക്കുകളെ കൊണ്ട് വിവരിക്കാൻ പറ്റാത്തതായ മനസ്സിന് എത്തിപ്പിടിക്കാൻ സാധിക്കാത്തതായ അവിടുത്തെ ബ്രഹ്മസ്വരൂപത്തെ ഈ 10-ാം ശ്ലോകം അതിമനോഹരമായി വർണ്ണിക്കുന്നു. സത്യം ശുദ്ധം വിബുദ്ധം. ആ അദ്വൈതമായ ബ്രഹ്മത്തിന്റെ കാര്യം സത്യം ശുദ്ധം വിബുദ്ധം എന്ന് പറയുന്നു. അതായത് പരമാർത്ഥവും ഏറ്റവും പരിശുദ്ധവും പരിപൂർണമായ ബോധത്തോട് കൂടിയിരിക്കുന്നതും എന്നൊക്കെയാണ്. സത്യം ശുദ്ധം വിബുദ്ധം എന്ന് പറയുമ്പോൾ പരമാർത്ഥവും ഏറ്റവും പരിശുദ്ധവും, വിബുദ്ധം എന്ന് പറയുമ്പോൾ പരിപൂർണമായ ബോധത്തോട് കൂടിയിരിക്കുന്നതും, അതായത് എല്ലായ്പ്പോഴും ഉണർന്നിരിക്കുന്നതും, ജ്ഞാനസ്വരൂപൻ എന്ന് പറയാം. അപ്പോൾ സത്യം ശുദ്ധം വിബുദ്ധം എന്ന് പറയുമ്പോൾ പരമാർത്ഥവും ഏറ്റവും പരിശുദ്ധവും പരിപൂർണമായ ബോധത്തോട് കൂടിയിരിക്കുന്നതും, അതായത് എല്ലായ്പ്പോഴും വിബുദ്ധം എന്ന് പറയുമ്പോൾ ഉണർന്നിരിക്കുന്നതും, ജ്ഞാനസ്വരൂപൻ. പിന്നെ നിത്യമുക്തം, എല്ലാ കാലത്തും മായയിൽ നിന്ന് വേർപെട്ടതും. നിത്യമുക്തം എന്ന് പറയുമ്പോൾ എല്ലാ കാലത്തും മായയിൽ നിന്ന് വേർപെട്ടതും. നമ്മൾ നാരായണീയത്തിന്റെ ആദ്യത്തെ ശ്ലോകത്തിൽ തന്നെ പറഞ്ഞ കാര്യങ്ങളാണ്. സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതം കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം എന്നൊക്കെ ഇവിടെയും പറയണു. നിത്യമുക്തം, എല്ലാ കാലത്തും മായയിൽ നിന്ന് വേർപെട്ടതും. പിന്നെ നിരീഹം എന്ന് പറയണം. കർത്തൃത്വം ഭോക്തൃത്വം മുതലായവ ഇല്ലാത്തതും. നിരീഹം എന്ന് പറയുമ്പോൾ കർത്തൃത്വം ഭോക്തൃത്വം മുതലായവ ഇല്ലാത്തതും. പിന്നത്തെ വിശേഷണം നിർദ്വന്ദ്വം എന്ന് പറയുന്നു. നിർദ്വന്ദ്വം എന്ന് പറയുമ്പോൾ അദ്വൈതവും, അതായത് രണ്ട് ഇല്ലാത്തത് ആണ്. അപ്പോൾ നിർദ്വന്ദ്വം എന്ന് പറയുമ്പോൾ അദ്വൈതവും രണ്ട് ഇല്ലാത്തത്.
പിന്നെയോ നിർവികാരം എന്ന് പറയുന്നു. നിർവികാരം എന്ന് പറയുമ്പോൾ വികാരമില്ലാത്തത്, അതായത് പരിണാമാദിഭാവത്തോട് കൂടാത്തത്, ഒരിക്കലും മാറ്റമില്ലാത്തത് എന്നൊക്കെ പറയാം. നിർവികാരം എന്ന് പറയുമ്പോൾ വികാരമില്ലാത്തത്, അതായത് പരിണാമാദിഭാവത്തോട് കൂടാത്തത്, അതായത് ഒരിക്കലും മാറ്റമില്ലാത്തത്. ഇന്നത്തെ വിശേഷണം നിഖില ഗുണഗണ വ്യഞ്ജനാധാരഭൂതം എന്ന് പറയണം. നിഖില ഗുണഗണ വ്യഞ്ജനാധാരഭൂതം എന്ന് പറയുമ്പോൾ, നിഖില ഗുണഗണ എന്നൊക്കെ പറയുമ്പോൾ ക്ഷമ, സത്യം, ദയ, ഐശ്വര്യം തുടങ്ങി സർവഗുണങ്ങളുടെയും ഉൽപ്പത്തിക്ക് ആശ്രയമായതും. നിഖില ഗുണഗണ വ്യഞ്ജനാധാരഭൂതം ക്ഷമ, സത്യം, ദയ, ഐശ്വര്യം തുടങ്ങി സർവഗുണങ്ങളുടെയും ഉൽപ്പത്തിക്ക് ആശ്രയമായതും. പിന്നെയോ നിർമൂലം, കാരണമില്ലാത്തത്. നിർമൂലം എന്ന് പറയുമ്പോൾ കാരണമില്ലാത്തത്, കാരണമില്ലാത്തതും എന്ന് പറയാം. നിർമൂലം. പിന്നെ പറയണു നിർമ്മലം. നിർമ്മലം എന്ന് പറയുമ്പോൾ അജ്ഞാനം നീങ്ങി, അതായത് രാഗാദി ദോഷങ്ങൾ ബന്ധിക്കാത്തത് എന്ന് പറയാം. നിർമ്മലം എന്ന് പറയുമ്പോൾ അജ്ഞാനം നീങ്ങി, അതായത് രാഗാദി ദോഷങ്ങൾ ബന്ധിക്കാത്തതും. പിന്നെയും വിശേഷണം പറയുന്നു നിരവധി മഹിമോല്ലാസി എന്നാണ്. നിരവധി മഹിമോല്ലാസി എന്ന് പറയുമ്പോൾ അവസാനമില്ലാത്ത മാഹാത്മ്യം കൊണ്ട് ശോഭിക്കുന്നതും എന്നാണ്. നിരവധി മഹിമോല്ലാസി, അവസാനമില്ലാത്ത മാഹാത്മ്യം കൊണ്ട് ശോഭിക്കുന്നതും എന്നാണ്. നിരവധി മഹിമോല്ലാസി എന്ന് പറയുമ്പോൾ അവസാനമില്ലാത്ത മാഹാത്മ്യം കൊണ്ട് ശോഭിക്കുന്നതും. പിന്നെയോ നിസ്സംഗാനാം മുനീനാം അന്ത നിർലീനം എന്ന് പറയണം. നിസ്സംഗാനാം മുനീനാം അന്ത നിർലീനം എന്ന് പറയുമ്പോൾ നിസ്സംഗന്മാരായിട്ടുള്ള, അതായത് സർവസംഗ പരിത്യാഗികളായ മഹർഷിമാരുടെ ഹൃദയത്തിൽ ലയിച്ചിരിക്കുന്നതും ആണ്. നിസ്സംഗാനാം മുനീനാം അന്ത നിർലീനം എന്ന് പറയുമ്പോൾ നിസ്സംഗന്മാരായ, അതായത് സർവസംഗ പരിത്യാഗികളായ മഹർഷിമാരുടെ, മഹാത്മാക്കളായിട്ടുള്ള മഹർഷിമാരുടെ ഹൃദയത്തിൽ ലയിച്ചിരിക്കുന്നതും. പിന്നെയോ നിരൂപമ പരമാനന്ദ സാന്ദ്രപ്രകാശം. നിരൂപമ പരമാനന്ദ സാന്ദ്രപ്രകാശം. ഒന്നാം ശ്ലോകത്തിൽ, നാരായണീയത്തിന്റെ ഒന്നാം ശ്ലോകത്തിൽ പറഞ്ഞ കാര്യം തന്നെയാണ്. സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതം എന്നൊക്കെ. അതായത് നിരൂപമ പരമാനന്ദ സാന്ദ്രപ്രകാശം എന്ന് പറയുമ്പോൾ അതുല്യവും പരമ ഉത്കൃഷ്ടവുമായ, നിരൂപമ പരമാനന്ദം എന്നൊക്കെ പറയുമ്പോൾ അതുല്യവും പരമ ഉത്കൃഷ്ടവുമായ ആനന്ദത്തോടും നിബിഡമായ പ്രകാശത്തോടു കൂടിയതും. ഗുരുവായൂരപ്പനെ പറയുമ്പോൾ ആനന്ദസ്വരൂപൻ, പ്രകാശസ്വരൂപൻ എന്നൊക്കെ നമ്മൾ പറഞ്ഞു. അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. നിരൂപമ പരമാനന്ദ സാന്ദ്രപ്രകാശം, അതുല്യവും പരമോത്കൃഷ്ടവുമായ ആനന്ദത്തോടും നിബിഡമായ പ്രകാശത്തോടു കൂടിയതും ഒക്കെയാണ്.
ആനന്ദസ്വരൂപൻ, പ്രകാശസ്വരൂപൻ, ജ്ഞാനസ്വരൂപൻ എന്നൊക്കെ നമ്മൾ ഗുരുവായൂരപ്പനെ പറയുന്നു. അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. നിരുപമ പരമാനന്ദ സാന്ദ്രപ്രകാശം, അതുല്യവും പരമോത്കൃഷ്ടവുമായ ആനന്ദത്തോടും നിബിഡമായ പ്രകാശത്തോടു കൂടിയതും ആയ ഗുരുവായൂരപ്പ, തവ തത് ഇപ്രകാരമെല്ലാമുള്ള ഗുരുവായൂരപ്പ, അങ്ങയുടെ ആ രൂപം, അത്യുത്കൃഷ്ടമായ അങ്ങയുടെ രൂപം, അതാണ് തവ തത് സർവോത്കർഷേണ വിജയിക്കുന്നു എന്നാണ്. തവ തത് വപു ജയതി എന്നാണ് ശ്ലോകത്തിൽ പറയുന്നത്. തവ തത് വപു ജയതി, ഗുരുവായൂരപ്പ അങ്ങയുടെ ഇപ്രകാരമെല്ലാമുള്ള അങ്ങയുടെ ആ ബ്രഹ്മസ്വരൂപം സർവോത്കർഷേണ വിജയിക്കുന്നു. തവ തത് വപു ജയതി എന്ന് പറയുമ്പോൾ അങ്ങയുടെ ആ ബ്രഹ്മസ്വരൂപം സർവോത്കർഷേണ വിജയിക്കുന്നു. ഒരു പ്രാവശ്യം കൂടി പറയാം. സത്യം ശുദ്ധം വിബുദ്ധം, പരമാർത്ഥവും ഏറ്റവും പരിശുദ്ധവും പരിപൂർണമായ ബോധത്തോട് കൂടിയിരിക്കുന്നതും, അതായത് എല്ലായ്പ്പോഴും ഉണർന്നിരിക്കുന്നതും, വിബുദ്ധം എന്നൊക്കെ പറയുമ്പോൾ എല്ലായ്പ്പോഴും ഉണർന്നിരിക്കുന്നതും, അതായത് ജ്ഞാനസ്വരൂപൻ എന്ന് പറയാം. പിന്നെയോ നിത്യമുക്തം, എല്ലാ കാലത്തും മായയിൽ നിന്ന് വേർപെട്ടതും, നിരീഹം, കർത്തൃത്വം ഭോക്തൃത്വം മുതലായവ ഇല്ലാത്തതും, നിർദ്വന്ദ്വം, അദ്വൈതവും, അതായത് രണ്ട് ഇല്ലാത്തതും, പിന്നെ നിർവികാരം, വികാരമില്ലാത്തത്, അതായത് പരിണാമാദിഭാവത്തോട് കൂടാത്തത്, അതായത് ഒരിക്കലും മാറ്റമില്ലാത്തത്. പിന്നെയോ നിഖില ഗുണഗണ വ്യഞ്ജനാധാരഭൂതം, നിഖില ഗുണഗണ എന്നൊക്കെ പറയുമ്പോൾ ക്ഷമ, സത്യം, ദയ, ഐശ്വര്യം തുടങ്ങി സർവഗുണങ്ങളുടെയും ഉൽപ്പത്തിക്ക് ആശ്രയമായതും ആണ്. നിഖില ഗുണഗണ വ്യഞ്ജനാധാരഭൂതം എന്ന് പറയുമ്പോൾ ക്ഷമ, സത്യം, ദയ, ഐശ്വര്യം തുടങ്ങി സർവഗുണങ്ങളുടെയും ഉൽപ്പത്തിക്ക് ആശ്രയമായതും, നിർമൂലം, കാരണമില്ലാത്തതും. ഗുരുവായൂരപ്പ നിർമൂലം, കാരണമില്ലാത്തതും. പിന്നെയോ നിർമ്മലം, അജ്ഞാനം നീങ്ങി, അജ്ഞാനം നീങ്ങി, അതായത് രാഗാദി ദോഷങ്ങൾ ബന്ധിക്കാത്തതും. നിരവധി മഹിമോല്ലാസി, ഗുരുവായൂരപ്പ അവസാനമില്ലാത്ത മാഹാത്മ്യം കൊണ്ട് ശോഭിക്കുന്നതും, നിസ്സംഗാനാം മുനീനാം അന്ത നിർലീനം, നിസ്സംഗന്മാരായ സർവസംഗ പരിത്യാഗികളായ മഹർഷിമാരുടെ ഹൃദയത്തിൽ ലയിച്ചിരിക്കുന്നതും, നിരൂപമ പരമാനന്ദ സാന്ദ്രപ്രകാശം, അതുല്യവും പരമോത്കൃഷ്ടവുമായ ആനന്ദത്തോടും നിബിഡമായ പ്രകാശത്തോടു കൂടിയതും ആയ ഗുരുവായൂരപ്പ, തവ തത് വപു ജയതി. അപ്പോ നിരൂപമ പരമാനന്ദ സാന്ദ്രപ്രകാശം, തവ തത് വപു ജയതി എന്ന് പറയുമ്പോൾ ഗുരുവായൂരപ്പ അതുല്യവും പരമോത്കൃഷ്ടവുമായ ആനന്ദത്തോടും
നിബിഡമായ പ്രകാശത്തോട് കൂടിയതും ആയ തവ തത്വ പൂജയതി ഗുരുവായൂരപ്പ, അങ്ങയുടെ ആ ബ്രഹ്മസ്വരൂപം സർവോത്കർഷേണ വിജയിക്കുന്നു